മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞ ആളുകളുടെ ലക്ഷണങ്ങൾ. അതായത് അവർക്ക് കാലിൻ്റെ മുട്ടിന് അസഹനീയമായ വേദനയായിരിക്കും. അതോടൊപ്പം തന്നെ മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നടക്കുമ്പോൾ ക്രാക്കിംഗ് സൗണ്ട് ജോയിൻറ്റിൽ നിന്ന് കേൾക്കും. എന്താണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ സംഭവിക്കുന്നത്? മുട്ടിനെ കവർ ചെയ്ത് ഒരു കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജിന് സംഭവിക്കുന്ന തേയ്മാനങ്ങളാണ് ഈ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇനി നമ്മൾക്ക് ഉയർവനിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ മുട്ടിനെ എക്സാമിൻ ചെയ്യുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ്സ് എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആണെന്ന് നോക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ്റേ, MRI മുതലായ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഉപയോഗിച്ച് എത്രത്തോളം ഈ മുട്ടിൽ തേയ്മാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2 രീതിയിലാണുള്ളത്. ഒന്ന് കംപ്ലീറ്റ് നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, പാർഷ്യൽ നീ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. ഒരു പാർഷ്യൽ തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥയിലാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ കൂടുതൽ ഫലപ്രദമാവുന്നത്. നമ്മൾ കൂടുതലായും എണ്ണയുടെ പ്രയോഗങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ ഉപയോഗിക്കുന്നത്. മുട്ടിലുള്ള പിഴിച്ചിലാണെങ്കിലും ധാരകളാണെങ്കിലും ജാനു വസ്തി, അതായത് നമ്മൾ മുട്ടിൽ എണ്ണ നിർത്തുന്ന ട്രീറ്റ്മെൻറ്റുകളും വളരെ ഫലപ്രദമാണ്. നമ്മളുടെ അടുത്ത് വരുന്ന മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള പാർഷ്യൽ കേസുകളിൽ നല്ല റിക്കവറി നമ്മൾക്ക് പേഷ്യൻസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉയർവനിയിൽ ഒതൻറ്റിക്കായി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ തൈലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും സക്സസ് റേറ്റ് കൂടി വെക്കുന്നത്.